ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ. പുലിമുരുകന്റെ റെക്കോർഡ് തകർത്താണ് ഗ്രേറ്റ് ഫാദർ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ഷോയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ നിരൂപണങ്ങൾ തുടരെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രശ്മി നായർ എഴുതിയ ഒരു റിവ്യൂ ആണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. രശ്മി ഫസ്റ്റ് ഷോ കണ്ടതിന് ശേഷം എഴുതിയ റിവ്യൂ എന്തായാലും വൈറലായി. രശ്മിയുടെ റിവ്യൂ ഇങ്ങനെ: തിയേറ്ററിലെ AC നന്നായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സീറ്റുകൾ വളരെ നല്ല നിലവാരം പുലർത്തി. പാർക്കിങ്ങിൽ സ്ലോ മോഷനിൽ റിവേഴ്സ് ഇടാൻ കൈയും കാലും ഇളക്കി മറിച്ച സെക്യൂരിറ്റിയുടെ ആക്ഷനും സിനിമയ്ക്ക് മുതൽക്കൂട്ടാണ്. പോപ്കോൺ കൗണ്ടർ തുറക്കാതിരുന്നതും മൊട്ട പപ്സിനും എരിവ് കൂടിയതും കുട്ടികളെ നിരാശപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്നാലും ഫാമിലി പ്രേക്ഷകരെ മുൻപിൽ കണ്ട് ഒരുക്കി വെച്ച സമൂസ ആ കുറവുകൾ മറികടക്കാൻ സഹായിക്കും. ഇന്റർവെൽ സമയത്ത് കാണിച്ച പരസ്യങ്ങളുടെ BGM മനം കവരുന്നതായിരുന്നു. ടിക്കറ്റ് വാങ്ങി ബാൽക്കണിയിലേക്ക് കയറുന്ന കോറിഡോറിൽ ഉള്ള CCTV ക്യാമറയുടെ ആംഗിൾ മലയാളത്തിൽ ഇത്രയും സ്റ്റൈലിഷായി ഒരു തിയേറ്ററിലും സെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല. ദേശീയ ഗാനം കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഉറപ്പിച്ചു പടം ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന്. എന്നാലും നരേന്ദ്രമോദി വന്നപ്പോൾ ആ ആവേശം കൂവലായി മാറിയത് പടത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്റെ അടുത്ത സീറ്റിലിരുന്ന് ലേസ് വേണമെന്ന് കരഞ്ഞ കുട്ടി നിലനിൽക്കുന്ന പോപ്കോൺ കപ്പലണ്ടി സിനിമാ സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്ന ന്യൂ ജനറേഷൻ മേക്കിംഗ് ആയിരുന്നു. ഇടയ്ക്ക് ബാത്റൂമിൽ പോയില്ലായിരുന്നുവെങ്കിൽ വലിയ നഷ്ടമായേനെ. തുടക്കം മുതൽ ഒടുക്കം വരെ കയ്യടിയോടെ നിർമ്മിച്ചിരിക്കുന്ന ക്ലോസറ്റുകൾ ഫ്ലാഷ് ഓൺ ചെയ്തു തിരികെ നടക്കുമ്പോൾ ആ ബാത്റൂം നമ്മുടെ ഉള്ളിൽ മായാതെ നിൽക്കും. ഒടുവിൽ പുറത്തിറങ്ങി വണ്ടിയിൽ കയറാൻ നേരം സെക്യൂരിറ്റി നൽകുന്ന ചിരി മറ്റൊരു ക്ലൈമാക്സിലും കാണാൻ കഴിയില്ല. റേറ്റിംഗ്: മൊട്ട പപ്സ് 5-ൽ 2.5, സമൂസ 5-ൽ 4, മിനറൽ വാട്ടർ 5-ൽ 4.5. പോപ്കോൺ കിട്ടിയില്ല. ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ, പോയി കണ്ടനുഭവിക്കുക. ഇങ്ങനെയായിരുന്നു രശ്മി നായരുടെ റിവ്യൂ. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും നന്ദി.